ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല പഴുത്ത ചക്ക വെച്ച് ഒരു ഇലയട ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ബൗള് അരിപ്പൊടി ഇടാം. വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ കുരു കളഞ്ഞ ചക്ക എടുത്ത് ഇതിലേക്ക് ഓരോ ചക്കയും ഇട്ട് നമുക്ക് ആവശ്യത്തിന് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കാം. ഇത് പാടായിട്ട് തോന്നുന്നെങ്കിൽ ചക്ക മിക്സിയിൽ അരച്ച് നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറേശ്ശായിട്ട് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ഞാൻ കുറേശ്ശെ അതിലേക്കിട്ട് മാവ് ഇവിടെ കുഴച്ചെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൂടെ ചേർക്കുകയാണ്. മാവ് നല്ല മയത്തിൽ വരാനും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ് കുറച്ച് നെയ്യ് ചേർക്കുന്നത്. ഇതവിടെ നന്നായി കുഴച്ച് മാവ് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു ബൗള് തേങ്ങ, ഒരു ബൗള് ശർക്കര, എടുത്തു വെച്ചിരുന്ന ഏലയ്ക്ക, നന്നായി പൊടിച്ചെടുത്ത ഏലയ്ക്ക എന്നിവയെ അതിലേക്കിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. ഇനി ഒരു ഇല എടുത്ത് അതിലേക്ക് ഇതേ വലുപ്പത്തിന് ഓരോ ഉരുളകളാക്കിയ മാവെടുത്ത് ഇലയിൽ വെച്ച് കൈ കൊണ്ട് തന്നെ നന്നായി പരത്തിയെടുക്കാവുന്നതാണ്. കൈ കൊണ്ട് നല്ല എളുപ്പത്തിൽ പരത്താൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം പരത്തുക. പരത്തുമ്പോൾ നല്ലതുപോലെ കയ്യിലൊട്ടി പിടിക്കാതെ നല്ലതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഇവിടെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നിലായി വിരവി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയായിട്ടുള്ള കൂട്ട് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് എല്ലാത്തിലും ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഈ ശർക്കരയും തേങ്ങയും കൂട്ട് ഒരു സൈഡിലോട്ട് മാറ്റണം. സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഇല രണ്ടായി മടക്കിയെടുക്കണം. രണ്ടായി മടക്കിയെടുത്ത് മാവുകളെ തമ്മിൽ പരസ്പരം ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇലയുടെ ഇങ്ങനെയാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ എല്ലാ ഇലയുടെയും ഇങ്ങനെ മടക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റി വേവിക്കേണ്ടതുണ്ട്. ഇഡ്ഡലി കുട്ടുക കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഞാൻ ഒരു തട്ട് കമത്തി വെച്ചേക്കുന്നു. അതിലേക്ക് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഇലയുടെ പറക്കി അടക്കാം. എല്ലാം ഇതിലേക്ക് അടുക്കിയതിന് ശേഷം ഗ്യാസിലോട്ട് മാറ്റാം. ഗ്യാസിലോട്ട് മാറ്റി ഒരു അരമണിക്കൂർ മതി. അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മളെ ഇലയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഫോർക്കോ ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ അതിൽ മാവ് ഒട്ടുന്നില്ല എങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. ഇവിടെ ഇലയട തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നല്ല ചക്കയുടെ ടേസ്റ്റും ആ തേങ്ങ ശർക്കര എല്ലാം കൂടെ ആയപ്പോൾ ഒരു അടിപൊളി ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു.